അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഈശോയിലേക്ക് ഇഷ കോയമ്പത്തൂർ അവിടേക്കൊരു യാത്രയായിരുന്നു. അങ്ങനെ ഈശയിൽ പോയി 2 ദിവസം അവിടെ താമസിച്ചു. നമുക്കവിടെ റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വെബ്സൈറ്റിൽ കൂടെ വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റീസണബിൾ റേറ്റാണ്. നോൺ എ സിക്ക് 1000 റുപ്പീസ് ഉള്ളൂ ഒരു ദിവസത്തേക്ക്. അപ്പോൾ 2 ആൾക്കാർ ഒരു റൂമിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് 500 റുപ്പീസ് വെച്ചിട്ടാണ് വരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. അവിടെ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റും പിന്നെ നല്ല ഫുഡിൻ്റെ കാര്യം പിന്നെ പറയാനില്ല, അത്രയും സൂപ്പറായിരുന്നു ഫുഡ്. പിന്നെ അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേയും എന്തായാലും എൻജോയ് ചെയ്തു. പിന്നെ ബാക്കി ഡേ ടൈമിലൊക്കെ നമ്മൾ ധ്യാനം, യോഗ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് എന്താ പറയുക, നമ്മളങ്ങനെ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈശയിലേക്കുള്ളൊരു യാത്ര എന്ന് പറയണത് ഒരുപാട് നാൾ ആഗ്രഹിച്ചൊരു യാത്രയാണ്. ഈശയിൽ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈശയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയണത്. സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, പക്ഷെ ഇത്രയും കംഫർട്ടാണ് അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നമ്മൾ വെരി ലോ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനും ഇതിനൊക്കെ ബഗ്ഗിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത്രയും നല്ല രസമാണ്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ ചന്ദ്രകുണ്ടിലുള്ള കുളിയൊക്കെ ഭയങ്കര കൂൾ വാട്ടറായിരുന്നു, ഭയങ്കര കോൾഡായിട്ടുള്ള വാട്ടർ. അങ്ങനെ മിറാക്കിൾ ഓഫ് മൈൻഡ് അത് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. മിറാക്കിൾ ഓഫ് മൈൻഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഡയറക്റ്റ് അവിടുന്ന് തന്നെ അതൊന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ദിവസമെങ്കിലും അവിടെ പോയിട്ട് താമസിക്കാൻ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഈശയിലത്തെ വീഡിയോ, ഇത്രേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.